നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 11, 12 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 11 രാവിലെ 8:16 AM മുതൽ ജൂൺ 13 രാവിലെ 9:25 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത്. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതൊക്കെ പറഞ്ഞായിരുന്നു. 2 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ദിനഫലങ്ങൾ. കൂടാതെ പ്രത്യേകം ഓരോ രാശിക്കും പറയേണ്ടുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഫലങ്ങൾ വരികയാണെങ്കിൽ അതിന് പ്രത്യേകം ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ ദക്ഷിണയ്ക്ക് പകരമായിട്ട് ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഇന്ന് നമുക്ക് ഫലങ്ങൾ ആദ്യം നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് അഥവാ സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പൊതുവെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ധനവരവ് കാണുന്നു. എങ്കിലും അതൊക്കെ ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊന്നും തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അത് ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ. മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമൊക്കെ ഉണ്ട്. കാര്യം ചന്ദ്രൻ പ്രതികൂലമാണ്. അതുകൂടാതെ സൂര്യനും ചൊവ്വയും പ്രതികൂലമാണ്. നമ്മൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ചയും ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദേഹാസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായോ ജോലി സംബന്ധമായോ നിയമപരമായ എന്തെങ്കിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഇതെല്ലാം മറികടക്കാൻ പറ്റും. എങ്കിലും ഇവർക്ക് ശനി 11ാം ഭാവത്തിൽ അവസ്ഥാനത്ത് അതിശക്തമായിട്ട് നിൽക്കുന്നു. ബുധനും ശുക്രനും അനുകൂലമാണ്. ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ട്. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ അത് ഗുരുതരമായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടവൻ രാശിക്ക് ഇവിടെ ഗുണദോഷ സമ്മിശ്രമാണ് നമ്മൾ ഫലം പറയുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും സൂര്യനും പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. തൊഴിൽപരമായിട്ട് തൊഴിൽ രംഗത്ത് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത് സൂര്യൻ പ്രതികൂലമാണ്. കൂടാതെ കർമ്മഭാവത്തിൽ ശനി നിൽക്കുന്നു. നേട്ടങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ തന്നെയും
തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇവർ ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് എങ്കിലും പൊതുവെ നിരവധി ഗ്രഹങ്ങൾ അത്യധികം അനുകൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം, ചൊവ്വ പ്രത്യക്ഷം എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമാണ് ഞാൻ പറയുന്നത്. തടസ്സങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും ഇത്രയും ഗ്രഹങ്ങൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായതുകൊണ്ട് തടസ്സങ്ങളൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കാര്യം ധനഭാവത്തിൽ ഗുരു ശുക്രനും നിൽക്കുന്നു. സർപ്പവും ശിഖി അനുകൂലമാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. അതുപോലെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ അനുകൂലമാണ്. അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, അതുവഴി നേട്ടം ഉണ്ടാക്കാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് ചെയ്യും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം കാണുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും, കാര്യം സൂര്യനും കർമ്മഭാവത്തിൽ ശനിയും നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ചൊവ്വ അനുകൂലമായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ മറികടക്കാൻ പറ്റും. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വയും. ചൊവ്വ അവിടെ രുചക യോഗത്തോടുകൂടി സുക്ഷേത്രപരമായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രനും കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മിഥുനം രാശിക്ക് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, പൊതുവേ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പൂർണ്ണതം അവസാന പാദം പൂയായില്യം. കർക്കിടക രാശിക്ക് ഗുണാധിക്യമാണ്, ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും വ്യാഴം പ്രതികൂലമായിട്ട് തുടരുന്നു. അഷ്ടമത്തിൽ സർപ്പവുമുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് സൂര്യൻ, ചൊവ്വ, ചന്ദ്രൻ, ശുക്രൻ ഇവയുടെ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും കർമ്മഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉറപ്പിക്കാം. സൂര്യൻ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ. ഇവർക്ക് ഇടവമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം കാണുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. നിയമപരമായ പ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റും. കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടും. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ശനി, വ്യാഴം, സർപ്പം, ശിഖി എന്നിങ്ങനെ ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച അഷ്ടമ ശനിയാണ്. ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശരിക്കും സൂര്യൻ അനുകൂലമൊക്കെയാണ്. ഓക്കെ. കർമ്മഭാവത്തിൽ നിൽക്കുന്നു ഇപ്പോൾ ഇടവമാസം മുഴുവൻ. മിഥുനം മാസമാകുമ്പോൾ ഇവർക്ക് സൂര്യൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാവേണ്ടതാണ്. എങ്കിലും പൊതുവെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം.
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവേണ്ടതാണ്. എങ്കിലും അതിനുമൊക്കെ ഒരു തടസ്സം പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് പൊതുവെ പ്രതീക്ഷിക്കാം. ചിങ്ങൻ രാശിക്ക് ഡിസംബർ 5-ന് ശേഷം കാര്യങ്ങളെല്ലാം മാറി മറിയും. കാര്യം സർപ്പം അനുകൂലമായിട്ട് വരും. അതിനുശേഷം പിന്നെ ലോട്ടറിയുടെ കാലമാണ്, 1.5 വർഷം. ഓക്കെ, അപ്പോൾ ആ ഡിസംബർ 5 വരെ നമ്മൾ കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. ഡിസംബർ 5-ന് ശേഷം നമുക്ക് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഉചിതം. പിന്നെ തീരെ നിവൃത്തിയില്ലാത്തൊക്കെ നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. എന്തായാലും ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു പൊലിമക്കുറവ്, തടസ്സം, പൂർണ്ണതക്കുറവ് ഒക്കെ പ്രതീക്ഷിക്കാം. ചന്ദ്രൻ പ്രതികൂലമാണ്, ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ ജീവിത പങ്കാളിയായിട്ടും ഓപ്പോസിറ്റ് സെക്സുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. കാര്യം 7-ാം ഭാവത്തിൽ ശനി കയറി നിൽക്കുകയാണ്. നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശുക്രനും വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. പൊതുവെ കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ കൂടി പ്രതികൂലമായതുകൊണ്ട് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണതക്കുറവും പൊലിമക്കുറവും ഒക്കെ ഉണ്ടാവാം. കന്യരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്, ശനി ഉൾപ്പെടെ, ശനിയും സർപ്പം ഉൾപ്പെടെ. എങ്കിലും ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ്. അപ്പോൾ ചെറിയ ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ടാവാം. എനിക്ക് ജലദോഷമുണ്ട്. ഓക്കെ, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. തൊഴിൽ രംഗത്തും ഭൂമി സംബന്ധമായിട്ടും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച മുരുകന്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയസാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പൊതുവെ അത്ര നല്ല മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല. കാരണം വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ സൂര്യനും ചൊവ്വയും ഇവിടെ പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിൽ അതിനൊക്കെ ഒരു കാലതാമസമൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. പൊതുവെ തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഞായറാഴ്ച പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, വ്യാഴം ഇവയെല്ലാം അനുകൂലമാണ്. ഭാഗ്യസ്ഥാനത്ത് ശുക്രനും വ്യാഴവും കൂടി നിൽക്കുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അത് വഴി നേട്ടങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിലുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകാനുള്ള സാധ്യത. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. വ്യാഴം കൊണ്ട് നേട്ടങ്ങളാണ്. ഈ വാഹനം വഴി നേട്ടമുണ്ടാകും. അതായത്
ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, വ്യാഴം ഇവ ഇത്രയും അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഉല്ലാസയാത്രകൾക്കും ആത്മീയ യാത്രകൾക്കും അതായത് തീർത്ഥയാത്രകൾക്കും അവസരമൊരുക്കും. എങ്കിലും മഴക്കാലമാണ്, വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. ചൊവ്വയൊക്കെ അനുകൂലമാണെങ്കിലും കാറും ബൈക്കും ഒക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഓക്കെ, എങ്കിലും പൊതുവെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്, 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യം നമുക്ക് വൃശ്ചികം രാശിക്ക് പറയാവുന്നതാണ്. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഭാഗ്യവശാൽ ശനി മാത്രമാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. കിട്ടാനുണ്ടായിരുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 14-ാം തീയതി നമ്മുടെ ബജറ്റ് വരികയാണ്. എന്തെങ്കിലുമൊക്കെ വിസ്മയങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. നോക്കട്ടെ, കണ്ടറിയണം. ഓക്കെ, എന്തായാലും ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമാണ് കാണുന്നത്. അപ്പോൾ ശുക്രനും സൂര്യനും ഒക്കെ അനുകൂലമായതുകൊണ്ട് ഇവർക്ക് കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ കിട്ടാനുണ്ടായിരുന്ന കടം കൊടുത്ത എമൗണ്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിതൃ ഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ട് നേട്ടം പ്രതീക്ഷിക്കാം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഇവർക്ക് ചൊവ്വയും ശിഖയും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക, വെള്ളിയാഴ്ച ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ദേവിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളും കൂടി അനുകൂലമായിട്ട് താമസിയാതെ വരും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ മിഥുന മാസം ഇവർക്കും സൂര്യനും കൂടി അനുകൂലമൊക്കെ ആവും. അതുപോലെ തന്നെ ചൊവ്വയൊക്കെ ഇവർക്ക് ഇപ്പോൾ ഒക്കെ അത് പ്രതികൂലമാണെങ്കിലും അത് നമുക്ക് ഈ ജൂൺ 22-നോ മറ്റോ ചൊവ്വ പ്രതികൂലമല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള കാലങ്ങൾ വരാൻ കിടക്കുകയാണ്. മകരരാശിക്ക് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. പൊതുവെ ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് 7-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദാമ്പത്യ സുഖം, പിന്നെ പ്രണയ സാഫല്യം, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമൊക്കെ ഉള്ള ദിവസങ്ങളാണ്. ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ, ഏകദേശം ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ നേട്ടങ്ങൾ വന്നു തുടങ്ങും. ഇവർക്ക് നല്ലൊരു കാലഘട്ടം തുറന്നു കിട്ടിയിരിക്കുകയാണ്. കാര്യം ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാശി മകരം രാശിയാണ്. ഓക്കെ, അവർക്ക് നല്ല കാലം വരിക തന്നെ ചെയ്യും. ഒരു കൂടുതൽ ദിവസം കാത്തു നിൽക്കേണ്ട, ആഴ്ചകൾക്കുള്ളിൽ നല്ല ഒരു കാലഘട്ടം ഇവർക്ക് ഉണ്ടാവും. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാനം 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ശനിയും വ്യാഴവും പ്രതികൂലം, സർപ്പവും ശിഖയും പ്രതികൂലം. അപ്പോൾ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം പ്രതീക്ഷിക്കാം. എങ്കിലും ഇവിടെ ചന്ദ്രൻ കൂടി അനുകൂലമാണെന്ന്, ചന്ദ്രനും ചൊവ്വയും എങ്കിലും ഇവർക്ക് അനുകൂലമാണ്. എന്നാൽ തന്നെയും പൊതുവെ ഈ ഒരേ രാശിയിൽ ദീർഘകാലം നിൽക്കുന്ന 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അല്പം സൂക്ഷിക്കേണ്ട കാലം തന്നെയാണ്.
ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ നേട്ടമൊക്കെ ഉണ്ടാവും പൊതുവെ. എന്നാലും നമുക്ക് ഒരു തടസ്സങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അത്ര നല്ല കാലഘട്ടമല്ല കുംഭൻ രാശിക്ക്. ഓക്കെ, ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മീനം രാശി, പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് ശനിയും സർപ്പവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. സർപ്പം ഡിസംബർ 5-ാം തീയതി അനുകൂലമായിട്ട് മാറും. അപ്പോഴത്തേക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളിലേക്ക് മീനം രാശി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് ഞാൻ ഇതിൽ പറയുന്നത്. നമുക്കിവിടെ ശനിയും സർപ്പവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ജന്മശനിയാണ്. അതുകൊണ്ട് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ 5-ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും കൂടി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാകുന്നത് മാത്രമല്ല, ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ പ്രതീക്ഷിക്കാം. മീനം രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് ഭാഗ്യ നിറം നോക്കാം. 11-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 12-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം 11-12 തീയതികളിൽ രാവിലെ 4:31 AM മുതൽ രാവിലെ 5:19 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 11-12 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 11-ാം തീയതി 11:56 AM മുതൽ ഉച്ചയ്ക്ക് 12:46 PM വരെയാണ്. 11-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 12-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം 11:57 AM മുതൽ 12:46 PM വരെയാണ്. 12-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 11-ാം തീയതി ഉച്ചയ്ക്ക് 1:55 PM മുതൽ 3:28 PM വരെയാണ് രാഹുകാലം. 11-ാം തീയതി. 12-ാം തീയതി രാവിലെ 10:48 AM മുതൽ ഉച്ചയ്ക്ക് 12:22 PM വരെയാണ് 12-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 11/6/2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 2, 1, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 12/6/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 6, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.